ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 അക്കൗണ്ടൻസിയിലെ 8ാമത്തെ ചാപ്റ്ററാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. എന്താണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ഗിവൺ ബൈ വൺ പേഴ്സൺ ടു അനദർ. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കടം കൊടുത്തതിൻ്റെ പേരിൽ തയ്യാറാക്കുന്ന ഒരു റിട്ടൺ ആയിട്ടുള്ള എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഒരു സമ്മതപത്രം, ഡെപ്റ്റിൻ്റെ ഒരു സമ്മതപത്രമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്രോൺ ബൈ ദ ക്രെഡിറ്റർ ഓൺ ഹിസ് ഡെപ്റ്റർ. ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കുന്നത് ക്രെഡിറ്റർ ആയിരിക്കും, അദ്ദേഹത്തിൻ്റെ ഡെപ്റ്ററിൻ്റെ പേരിലാണ് എഴുതി തയ്യാറാക്കുക. ഇറ്റ് ഡയറക്ട്സ് ദി ഡെപ്റ്റർ ടു പേ എ ഡെഫിനിറ്റ് എമൗണ്ട് ഓൺ ഡിമാൻഡ് ഓർ ആഫ്റ്റർ ദി എക്സ്പയറി ഓഫ് ദി പീരിയഡ് സ്റ്റേറ്റ് ദർ ഇൻ. അതായത് ഒരു പ്രത്യേക ഒരു എമൗണ്ട് എക്സ്പയറി ആകുന്ന ഒരു എമൗണ്ടും കൂടി ഇതിനകത്ത് എന്നാണ് എക്സ്പയറി ആകുന്ന ഒരു പീരിയഡും എമൗണ്ടും എല്ലാം ഇതിനകത്ത് പറയും. അതേപോലെ ഇറ്റ് ഈസ് എ ലീഗൽ ഡോക്യുമെൻറ്റ് ആൻഡ് കൺസിഡേർഡ് ആസ് ആൻ എവിഡൻസ് ഓഫ് ഡെപ്റ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരു നിയമപരമായ ഡോക്യുമെൻ്റായിട്ട് കണക്കാക്കുന്നു. അതേപോലെ തന്നെ ഡെപ്റ്റ് കടം കൊടുത്തതിന് തെളിവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഇന്ത്യൻ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ് ആക്ട് 1881 പ്രകാരം Section 5 defines Bill of Exchange as an instrument in writing containing an unconditional order signed by the maker directing a certain person to pay a certain sum of money only to or the order of a certain person or the bearer of the instrument. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 പ്രകാരം ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു മേക്കർ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ തന്നെ സൈൻ ചെയ്യുന്ന രീതിയിൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനുള്ളൊരു എമൗണ്ട് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അറ്റൈൻസ് വാലിഡിറ്റി ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഡെപ്റ്റർ. ഡെപ്റ്റർ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഓരോ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാലിഡിറ്റി പൂർത്തിയാക്കുന്നത്. ബിഫോർ ഇറ്റ്സ് ആക്സെപ്റ്റൻസ് ദ ബിൽ ഈസ് കോൾഡ് എ ഡ്രാഫ്റ്റ്. ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബില്ലിനെ വിളിക്കുന്ന പേരാണ് ഡ്രാഫ്റ്റ്. The debtor accepts the bill by writing the word acceptor across the face of the bill together with his signature. ഡെപ്റ്റർ എന്ത് ചെയ്യുന്നു? ഈ ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സിഗ്നേച്ചർ നൽകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കടം കൊടുത്തതിൻ്റെ പേരിൽ തയ്യാറാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുക. നിയമപരമായിട്ട് വാലിഡ് ആയിട്ടുള്ള ഒന്നാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് നിർബന്ധമായിട്ടും എഴുതിയിട്ടുള്ള രൂപത്തിലായിരിക്കണം. രണ്ടാമത്തെ, ഇറ്റ് ഈസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് നൽകാനുള്ള ഒരു ഓർഡർ കൊടുക്കുന്നു. മൂന്നാമത്തെ, ദി ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് ഈസ് അൺകണ്ടീഷണലായിട്ടുള്ള പേയ്മെൻറ്റ് കൊടുക്കാനുള്ളൊരു ഓർഡറാണിത്. അതേപോലെ ദി മേക്കർ ഓഫ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് സൈൻ ഇറ്റ്. ബില്ല് ഉണ്ടാക്കിയ ആൾ ഇതിനകത്ത് സൈൻ ചെയ്യണം. നെക്സ്റ്റ്, ദ പേയ്മെൻറ്റ് ടു ബി മെയ്ഡ് മസ്റ്റ് ബി സെർട്ടൈൻ. ഇതിനകത്തുള്ള പേയ്മെൻറ്റ് എത്രയാണെന്ന് ഒരു സെർട്ടൈൻ ആയിരിക്കണം, കൃത്യമായിട്ട് പറയണം. നെക്സ്റ്റ്, ഡേറ്റ് ഓൺ വിച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സെർട്ടൈൻ. അതായത് പേയ്മെൻറ്റ് നൽകേണ്ട ഡേറ്റ് എന്നാണെന്നുള്ളതും കൃത്യമായിരിക്കണം. നെക്സ്റ്റ്, ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മസ്റ്റ് ബി പേയബിൾ ടു എ സെർട്ടൈൻ പേഴ്സൺ. ഒരു പ്രത്യേക വ്യക്തിക്ക് കൊടുക്കണം എന്നുള്ള ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ പറയണം. നെക്സ്റ്റ്, ദി എമൗണ്ട് മെൻഷൻഡ് ഇൻ ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് പേയബിൾ ഐദർ ഓൺ ഡിമാൻഡ് ഓർ ഓൺ ദി എക്സ്പയറി ഓഫ് എ ഫിക്സഡ് പീരിയഡ് ഓഫ് ടൈം. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ കൊടുക്കാനുള്ള എമൗണ്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് എക്സ്പയറി പീരിയഡ് ഓഫ് ടൈം ഫിക്സഡ് ആയിരിക്കണം. ലാസ്റ്റ് ഫീച്ചറാണ് ഇറ്റ് മസ്റ്റ് ബി സ്റ്റാമ്പ്ഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ് ഓഫ് ലോ. നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളനുസരിച്ചുകൊണ്ട് ഇത് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഫീച്ചേഴ്സ്. എഴുതിയിട്ടുള്ള രൂപത്തിലായിരിക്കണം, പേയ്മെൻറ്റ് പറയണം, അതേപോലെ സൈൻ ചെയ്യണം, ബില്ലുണ്ടാക്കുന്ന ആൾ സൈൻ ചെയ്യണം, അതേപോലെ എക്സ്പയറി ഡേറ്റ് പറയണം, അതേപോലെ നിയമപരമായിട്ടുള്ള ആവശ്യങ്ങളനുസരിച്ചിട്ട് സ്റ്റാമ്പ് ചെയ്തിട്ടുള്ള രൂപത്തിലായിരിക്കണം ബിൽ ഓഫ് എക്സ്ചേഞ്ച്. കാരണം ലീഗൽ ഡോക്യുമെൻ്റാണ്. ഇനി ബിൽ ഓഫ് എക്സ്ചേഞ്ചിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ദർ ആർ 3 പാർട്ടീസ് ടു എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ 3 പാർട്ടീസാണുള്ളത്. ഒന്നാമത്തെ ഡ്രോവർ. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ആരാണ്? ദ പേഴ്സൺ ഹു ഡ്രോസ് ഓർ റൈറ്റ്സ് ദ ബിൽ ഈസ് കോൾഡ് ദി ഡ്രോവർ ഓർ മേക്കർ. ബില്ല് എഴുതുന്ന ആൾ, ബില്ല് ഉണ്ടാക്കുന്ന ആളെയാണ് ഡ്രോവർ അല്ലെങ്കിൽ മേക്കർ എന്ന് പറയുക. ദി ഡ്രോവർ മസ്റ്റ് ബി ദ സെല്ലർ ഓർ ക്രെഡിറ്റ് ടു ഹൂം മണി ഓസ്.
ആരാണോ ഇദ്ദേഹത്തോട് പണത്തോട് കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ ആരാണോ അദ്ദേഹത്തെയാണ് ഡ്രോവർ എന്ന് പറയാം. സെക്കൻഡ് പാർട്ടിയാണ് ഡ്രോയി. ഡ്രോയി ഈസ് ദ പേഴ്സൺ ഓൺ ഹും ദ ബിൽ ഈസ് ഡ്രോൺ. ഹി ഈസ് ദ പർച്ചേസർ ഓർ ഡെബിറ്റർ ഹു ഈസ് ഓർഡേഡ് ബൈ ഡ്രോവർ ടു പേ ദി എമൗണ്ട്. ആരുടെ പേരിലാണോ ബില്ല് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ വാങ്ങിയ ആൾ അല്ലെങ്കിൽ ഡെപ്റ്റർ, അതായത് ഒരു എമൗണ്ട് ഡ്രോവർ കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന ആൾ, ഇവരെയാണ് ഡ്രോയി എന്ന് പറയുക. ദ ഡ്രോയി ബിക്കംസ് ദ ആക്സെപ്റ്റർ ഓഫ് ദ ബില്ല് വൺസ് ആക്സെപ്റ്റഡ് ബൈ ഹിം. അതായത് ബില്ല് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോയി ആരായി മാറുന്നു? ആക്സെപ്റ്റർ ആയി മാറുന്നു. തേർഡ് പാർട്ടിയാണ് പേയ്. പേ ഈസ് ദ പേഴ്സൺ ടു ഹും പേയ്മെൻറ്റ് ഓഫ് ദ ബിൽ ഈസ് ടു ബി മെയ്ഡ് ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റിൽ ബില്ല് കൊടുക്കുന്ന ആളെയാണ് പേയ് എന്ന് പറയുക. ദ ഡ്രോവർ ആൻഡ് ദ പേയ് ക്യാൻ ദി സെയിം പേഴ്സൺ വെൻ ദ പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ടു ദി ഡ്രോവർ. ഡ്രോവർക്ക് പേയ്മെൻറ്റ് നൽകുമ്പോൾ ഡ്രോവറും പേയും ഒരേ വ്യക്തി തന്നെ ആയിരിക്കും. ഇഫ് ദ ഡ്രോവർ ഡയറക്ട്സ് ദി ഡ്രോ ടു പേ ദി എമൗണ്ട് ടു അനദർ പാർട്ടി, ആ ഡ്രോവർ ഡ്രോയ്ക്ക് എമൗണ്ട് കൊടുക്കുമ്പോൾ ദെൻ ദാറ്റ് പാർട്ടി ബിക്കംസ് ദി പേയ്. ആ പേയ് ആണ് പിന്നീട് ആ പാർട്ടി എന്ത് ചെയ്യുന്നു? പേയ് ആയിട്ട് മാറുന്നു. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ 3 പാർട്ടീസാണ്. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ബില്ല് എഴുതുന്ന ആളെയാണ് ഡ്രോവർ എന്ന് പറയുക. ഡ്രോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെ പേരിലാണ് ബില്ല് എഴുതുന്നവരെയാണ് ഡ്രോയി എന്ന് പറയുക. പേയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്യൂരിറ്റി ഡേറ്റിൽ ബില്ലിൻ്റെ പേയ്മെൻറ്റ് നൽകുന്ന വ്യക്തിയാണ് പേയ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സ്പെസിമെൻ ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ രൂപരേഖയാണ്, ഒരു ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇതിനകത്ത് സൈഡിൽ മീനങ്ങാടി 1/7/2017 ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടുക്കാനുള്ള എമൗണ്ട് 10,000 രൂപയാണ്. പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കാനുള്ള സ്പേസ് അവിടെ സ്റ്റാമ്പ് എന്നാണ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എഴുതിയ കാര്യങ്ങൾ നോക്കുക. 3 months ആഫ്റ്റർ ഡേറ്റ് പേ ടു മീ ഓർ ഓർഡർ ദി സം ഓഫ് ₹10,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. അതായത് 3 മാസത്തെ ഡേറ്റിന് ശേഷം എനിക്ക് തരാനുള്ള 10,000 രൂപ തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കാണ്? സുനിതാബായി, ജനറൽ മെർച്ചൻ്റ് കൽപ്പറ്റയിലുള്ള ജനറൽ മെർച്ചൻ്റായിട്ട് സുനിതാബായി ആണ്. അവരുടെ കയ്യിൽ നിന്നാണ് ക്യാഷ് കിട്ടാനുള്ളത്. ആക്സെപ്റ്റഡ്, സുനിതാബായി എന്ത് ആക്സെപ്റ്റ് ചെയ്തിട്ട് സൈൻ ചെയ്തു. ഇതേപോലെ തന്നെ അജിത്താണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഡ്രോവർ ആരാണ്? അജിത്താണ്. ഡ്രോയി സുനിതാബായി ആണ്. ഓക്കെ, ഇതാണ് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ രൂപരേഖ. ഇനി അടുത്താണ് പ്രോമിസറി നോട്ട് എന്താണെന്നുള്ളത്. പ്രോമിസറി നോട്ട് ഈസ് ആൾസോ വൺ ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. ഇതും ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് എ പ്രോമിസ് മെയ്ഡ് ബൈ ദി ഡെപ്റ്റർ ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി ഫോർ വാല്യൂ റിസീവ്ഡ്. അതായത് പ്രോമിസറി നോട്ടിൻ്റെ പ്രത്യേകത, ഇത് തയ്യാറാക്കുന്ന ഡെപ്റ്ററാണ്, ക്യാഷ് കൊടുക്കാനുള്ള വ്യക്തിയാണ് തയ്യാറാക്കുക. അതായത് ഒരു എമൗണ്ട് തരാം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രോമിസ് നൽകുന്നതാണ് പ്രോമിസറി നോട്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് 1881 ഡിവൈൻസ് എ പ്രോമിസറി നോട്ട് ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഇൻ റൈറ്റിംഗ് കണ്ടെയ്നിങ് ആൻ അൺകണ്ടീഷണൽ അണ്ടർടേക്കിംഗ് സൈൻഡ് ബൈ ദി മേക്കർ ടു പേ എ സെർട്ടൈൻ സം ഓഫ് മണി ഓൺലി ടു ടു ദി ഓർഡർ ഓഫ് എ സെർട്ടൈൻ പേഴ്സൺ ഓർ ടു ദ ബിയറർ. അതായത് കടം കൊടുക്കാനുള്ള വ്യക്തിക്ക് ഇന്ന ഡേറ്റിനുള്ളിൽ തരാം എന്ന് പറഞ്ഞുകൊണ്ട് തയ്യാറാക്കുന്ന ഇൻസ്ട്രുമെൻറ്റിനെയാണ് പ്രോമിസറി നോട്ട് എന്ന് പറയാം. പ്രോമിസറി നോട്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് ഓഫ് എ പ്രോമിസറി നോട്ട്. ഫസ്റ്റ് വൺ, ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ്, എഴുതിയ രൂപത്തിലായിരിക്കണം. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ആൻ അൺകണ്ടീഷണൽ പ്രോമിസ് ടു പേ, അതായത് തരാനുള്ള എമൗണ്ട് നൽകാം എന്ന രീതിയിലൊരു പ്രോമിസ് ഉണ്ട്. നെക്സ്റ്റ്, ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ദി മേക്കർ, ഉണ്ടാക്കിയിട്ടുള്ള ആൾ സൈൻ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ജോയിൻ്റ്ലി ബൈ 2 or more persons, ഇറ്റ് മസ്റ്റ് ബി സൈൻഡ് ബൈ ഓൾ പാർട്ടീസ്. 2 അതിൽ കൂടുതലോ ആളുകൾ കൂടിയിട്ടാണ് പ്രോമിസറി നോട്ട് തയ്യാറാക്കിയത് എങ്കിൽ എല്ലാവരും ഇതിനകത്ത് സൈൻ ചെയ്യണം. നെക്സ്റ്റ്, ദ മേക്കർ മസ്റ്റ് ബി എ സെർട്ടൈൻ പേഴ്സൺ, ഒരു പ്രത്യേക ഒരു വ്യക്തിയുടെ പേരിലായിരിക്കണം മേക്കർ എഴുതേണ്ടത്. നെക്സ്റ്റ്, ദ പേഴ്സൺ ടു ഹും പേയ്മെൻറ്റ് ഈസ് ടു ബി മെയ്ഡ് മസ്റ്റ് ഓൾസോ ബി സെർട്ടൈൻ, ഈ പേയ്മെൻറ്റ് ഏത് വ്യക്തിക്കാണ് കൊടുക്കേണ്ടത് നിശ്ചയമായിട്ടും സെർട്ടൈൻ ആയിരിക്കണം. നെക്സ്റ്റ്, ദ എമൗണ്ട് പേയബിൾ മസ്റ്റ് ബി സെർട്ടൈൻ, കൊടുക്കാനുള്ള എമൗണ്ടും കൃത്യമായി പറയണം. ഷുഡ് ബി പ്രോപ്പർലി സ്റ്റാമ്പ്, ഇത് കൃത്യമായിട്ട് സ്റ്റാമ്പ് ചെയ്തിരിക്കണം. ഇതാണ് പ്രോമിസറി നോട്ടിൻ്റെ പ്രത്യേകതകൾ. സ്പെസിമെൻ ഓഫ് എ പ്രോമിസറി നോട്ട്, ഒരു പ്രോമിസറി നോട്ടിൻ്റെ ഒരു ഫോർമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. താഴെ അരവിന്ദ് ₹10,000 എറണാകുളം 1/7/2014 സ്റ്റാമ്പിനുള്ള സ്പേസ് വിട്ടിട്ടുണ്ട്. 3 months ആഫ്റ്റർ ഡേറ്റ് ഐ പ്രോമിസ് ടു പേ മിസ്റ്റർ ബിനീഷ് ഓർഡർ എ സം ഓഫ് ₹10,000 ഓൺലി ഫോർ വാല്യൂ റിസീവ്ഡ്. അതായത് 3 മാസത്തെ ഡേറ്റിന് ശേഷം ഞാൻ കൊടുക്കാനുള്ള 10,000 രൂപ നൽകും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോമിസാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. ആർക്ക് അയച്ചിട്ട്? മിസ്റ്റർ ബിനീഷ്.
അപ്പോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനകത്ത് മേക്കർ എന്ന് പറയുന്നത് ആരാണ്? അരവിന്ദാണ്. ആർക്കാണ് അയച്ചിട്ടുള്ളത്? ബിനീഷിനാണ് അയച്ചിട്ടുള്ളത്. ബിനീഷാണ് ഇവിടെ ഡ്രോയിങ്. അപ്പോൾ ഇതാണ് പ്രോമിസറി നോട്ടിൻ്റെ ഫോർമാറ്റ്. ഇനി അടുത്ത് പ്രോമിസറി നോട്ടിലുള്ള പാർട്ടീസ് ആരൊക്കെയാണ്? ഒന്നാമത്തത് മേക്കർ ഓർ ഡ്രോവർ. The person who owes money some amount to another person makes or draws the instrument. ഇൻസ്ട്രുമെൻ്റ് തയ്യാറാക്കിയിട്ടുള്ള വ്യക്തി ഈസ് ദ ഡെപ്റ്റർ ആൻഡ് ഈസ് ഓൾസോ കോൾഡ് പ്രോമിസറി. ഇതിനകത്ത് ഡെപ്റ്ററെയാണ് ഡ്രോവർ എന്ന് പറയുക, ബില്ലുണ്ടാക്കിയിട്ടുള്ള ആൾ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവരെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോമിസറി. രണ്ടാമത്തെ പാർട്ടിയാണ് ഡ്രോയി അല്ലെങ്കിൽ പേയ്. ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദി പ്രോ നോട്ട് ഈസ് ഡ്രോൺ. ആരുടെ പേരിലാണോ എഴുതിയത്, അതായത് ക്രെഡിറ്റർ, അവരെ പറയുന്ന മറ്റൊരു പേരാണ് പ്രോമിസ്. ജനറലി ഡ്രോ ഈസ് ഓൾസോ ദി പേയ് അൺലെസ് അതർവൈസ് മെൻഷൻഡ്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ ഡ്രോ തന്നെയായിരിക്കും പേയ് ആയിട്ട് വരിക. അപ്പോൾ പ്രോമിസറി നോട്ടിൽ രണ്ട് പാർട്ടീസാണ്, ഡ്രോവറും ഡ്രോയിയും. ഇനി അടുത്ത ഡിഫറൻസസ് ബിറ്റ്വീൻ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് പ്രോമിസറി നോട്ട്. ബിൽ ഓഫ് എക്സ്ചേഞ്ചും പ്രോമിസറി നോട്ടും തമ്മിലുള്ള വ്യത്യാസം. പാർട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ദർ ക്യാൻ ബി 3 പാർട്ടീസ്, 3 പാർട്ടീസ് ഉണ്ടാവും. പ്രോമിസറി നോട്ടിൽ ഓൺലി 2 പാർട്ടീസ്. മേക്കർ ആണെങ്കിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ക്രെഡിറ്റർ മേക്സ് ഇൻസ്ട്രുമെൻറ്റ് തയ്യാറാക്കുന്നത് ക്രെഡിറ്ററാണ്. പ്രോമിസറി നോട്ടിൽ ഡെപ്റ്റർ മേക്സ് ഇൻസ്ട്രുമെൻറ്റ് തയ്യാറാക്കുന്ന ഡെപ്റ്ററാണ്. നെക്സ്റ്റ് ഓർഡർ ഓർ പ്രോമിസിൻ്റെ അല്ലെങ്കിൽ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഇറ്റ് കണ്ടെയ്ൻസ് ആൻ ഓർഡർ ടു മേക്ക് പേയ്മെൻറ്റ് കൊടുക്കാനുള്ള ഓർഡറാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഉണ്ടാവുക. പ്രോമിസറി നോട്ടിലോ ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോമിസറി ടു മേക്ക് പേയ്മെൻറ്റ് നൽകാം എന്നുള്ള പ്രോമിസാണ് പ്രോമിസറി നോട്ടിൽ. ആക്സെപ്റ്റൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇറ്റ് റിക്വയേഴ്സ് ആക്സെപ്റ്റൻസ് ബൈ ദ ഡ്രോയിയുടെ ആക്സെപ്റ്റൻസ് ആവശ്യമാണ്. പ്രോമിസറി നോട്ടിൽ ഇറ്റ് റിക്വയേഴ്സ് നോ ആക്സെപ്റ്റൻസ്. പ്രോമിസറി നോട്ടിൽ ആക്സെപ്റ്റൻസ് ആവശ്യമില്ല. നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് പേയുടെ അടിസ്ഥാനത്തിൽ ഡ്രോവർ ആൻഡ് പേയ് ക്യാൻ ബി സെയിം പേഴ്സൺ. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോവറും പേയും ഒരേ വ്യക്തിയായിരിക്കും. പ്രോമിസറി നോട്ടിൽ ഡ്രോവർ കനോട്ട് ബി ദ പേയ്. ഡ്രോവർക്ക് ഒരിക്കലും പേയ് ആകാൻ സാധ്യമല്ല. നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഇൻ കേസ് ഓഫ് ഡിസോണർ ബില്ല് അസാധുവാകുകയാണെങ്കിൽ ഡ്യൂ ടു നോട്ടീസ് ഓഫ് ഡിസോണർ ഈസ് ടു ബി ഗിവൺ ബൈ ദി ഹോൾഡർ ടു ദി ഡ്രോവർ. ഹോൾഡർ എന്ത് ചെയ്യും? ഡ്രോവറിലേക്ക് നോട്ടീസ് നൽകുന്നതായിട്ട് വരും. ഏതിൻ്റെ കേസിൽ? ഡിസോണറിൻ്റെ കേസിൽ. എന്നാൽ പ്രോമിസറി നോട്ടിൽ നോ നോട്ടീസ് നീഡ്സ് ടു ബി ഗിവൺ ഇൻ കേസ് ഓഫ് ഇറ്റ്സ് ഡിസോണറിൻ്റെ കേസിൽ പ്രത്യേകിച്ച് നോട്ടീസൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രോമിസറി നോട്ടിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ നോട്ടീസ് കൊടുക്കൽ ആവശ്യമാണ്. ഇനി അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫ്രെയിം വർക്ക് ഫോർ റിലേഷൻഷിപ്പ്, അതായത് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസിന് സൗകര്യപ്രദമാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. രണ്ടാമത് സെർട്ടൈനിറ്റി ഓഫ് ടേംസ് ആൻഡ് കണ്ടീഷൻസിനെ കുറിച്ചുള്ള വ്യക്തത ഉണ്ടായിരിക്കും. നെക്സ്റ്റ് കൺവീനിയൻറ്റ് മീൻസ് ഓഫ് ക്രെഡിറ്റിന് സൗകര്യപ്രദമായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. നെക്സ്റ്റ് കൺക്ലൂസീവ് പ്രൂഫ്, അതായത് ഇൻഡപ്റ്റൻസിന് എതിരായിട്ടൊരു ഒതൻറ്റിക് ആയിട്ടുള്ള പ്രൂഫാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് ഈസി ട്രാൻസ്ഫറബിലിറ്റി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യാൻ, നമുക്ക് പണം മറ്റൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാം? ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൈമാറ്റം ചെയ്യാം. ഇതാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതിനകത്ത് എന്താണ് ഡ്രോയിങ് എ ബില്ല്? ഒരു ബില്ല് ഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ വെൻ ഗുഡ്സ് ആർ സോൾഡ് ഓൺ ക്രെഡിറ്റ് സെല്ലർ ഓഫ് ഗുഡ്സ് ഡ്രോസ്. അതായത് സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് സെല്ലറായിരിക്കും ബില്ല് എഴുതുന്നത്. എ ബില്ല് ഓൺ ദി ബയർ ആസ്കിങ് ഹിം ടു പേ ദി എമൗണ്ട് ഓൺ ഡിമാൻഡ് ഓൺ എ സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് ടു ഹിംസെൽഫ് ഓർ ടു അനദർ പേഴ്സൺ നെയ്മഡ് ഓൺ ദ ബില്ല്. ബില്ലിൻ്റെ മേലിൽ എന്ത് ചെയ്യുന്നു? ഒരു പ്രത്യേക ഡേറ്റ് വെച്ചുകൊണ്ട് വാങ്ങിയ സാധനത്തിനനുസരിച്ച് കൊണ്ടുള്ളൊരു ബില്ല് എഴുതുന്നത് സെല്ലറായിരിക്കും ബില്ല് തയ്യാറാക്കുക. ദിസ് ഈസ് കോൾഡ് ഡ്രോയിങ് എ ബില്ല് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ് ഡെപ്റ്റ്. ഇതിനെയാണ് ഡ്രോയിങ് ബില്ല് എന്ന് പറയുക. അപ്പോൾ സാധനങ്ങൾ വിൽക്കുന്ന സമയത്ത് സെല്ലർ തയ്യാറാക്കുന്നതാണ്. ഒരു പ്രത്യേക ഡേറ്റ് വെച്ചുകൊണ്ട് ഒരു പ്രത്യേക എമൗണ്ടിന് വേണ്ടിയിട്ട് ബയറോട് ചോദിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനെയാണ് ഡ്രോയിങ് ബില്ല്, അതായത് ബില്ല് തയ്യാറാക്കുക എന്ന് പറയാം. രണ്ടാമത്തെ ആക്സെപ്റ്റൻസ് ഓഫ് ബില്ല്. എന്താണ് ബില്ല് ആക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് വിൽ ബിക്കം എ വാലിഡ് ഡോക്യുമെൻറ്റ് ഓൺലി വെൻ ഇറ്റ് ഈസ് ആക്സെപ്റ്റഡ് ബൈ ദി ഡ്രോയി ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഇതൊരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് വാലിഡ് ആയിട്ട് ഡോക്യുമെൻറ്റ് ആകുന്നത്.
ദിസ് ഈസ് ഡൺ ബൈ റൈറ്റിംഗ് ദി വേർഡ് ആക്സെപ്റ്റർ. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആക്സെപ്റ്റർ എന്നുള്ള വേർഡ് എഴുതുന്നു അക്രോസ് ദി ഫേസ് ഓഫ് ദ ബിൽ ടുഗദർ വിത്ത് ഈ സിഗ്നേച്ചർ ആൻഡ് ഡേറ്റ്. ഒരു സിഗ്നേച്ചറും ഡേറ്റും വെച്ചുകൊണ്ട് അവിടെ ആക്സെപ്റ്റഡ് എന്നുള്ള രീതിയിൽ എഴുതി കൊടുക്കും. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് ഓഫ് ദ ബില്ല് ആൻഡ് ദ ഡ്രോയി ഈസ് നോൺ ആസ് ആക്സെപ്റ്റഡ്. അത് ഈ ഒരു പ്രോസസ്സിനെയാണ് ആക്സെപ്റ്റൻസ് എന്ന് പറയുക, ആക്സെപ്റ്റൻസ് ഓഫ് ബില്ല്. അതേപോലെ ഡ്രോയിയെ പറയുന്ന പേരാണ് ആക്സെപ്റ്റർ. അടുത്ത നെഗോഷ്യബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രോമിസറി നോട്ട്സും എന്താ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റാണ്. നെഗോഷ്യബിലിറ്റി മീൻസ് ദാറ്റ് ദ ഹോൾഡർ ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദി ടൈറ്റിൽ ടു അനദർ പേഴ്സൺ. നെഗോഷ്യബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഉടമസ്ഥാവകാശം എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാം. നെഗോഷ്യബിലിറ്റി ഈസ് ഇഫക്റ്റഡ് ബൈ മിയർ ഡെലിവറി ഓർ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി. മൂന്നാമതൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ വരെ ഏത് ഉപയോഗിക്കാം, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉപയോഗിക്കാം. അതാണ് നെഗോഷ്യബിലിറ്റി. ഇനി അടുത്തെന്താണ് മെച്യൂരിറ്റി ഓഫ് ബില്ല് ആൻഡ് ഡേയ്സ് ഓഫ് ഗ്രേസ്. ഡേറ്റ് ഓൺ വിച്ച് എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ബിക്കംസ് പേയബിൾ ഇസ് ദ ഡ്യൂ ഡേറ്റ് ഓർ ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി. ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കാനുള്ള ഡേറ്റിനെയാണ് ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി എന്ന് പറയുക. ഡേറ്റ് ഓഫ് മെച്യൂരിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് 3 more days ടു ദി നോമിനൽ ഡ്യൂ ഡേറ്റ്. മെച്യൂരിറ്റി ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 ഡേയ്സും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നതിനുണ്ട്. 3 extra days ഓവർ ദി നോമിനൽ ഡ്യൂ ഡേറ്റ് ലീഗലി ഗിവൻ ടു ദി ആക്സെപ്റ്റർ ഫോർ മേക്കിംഗ് ഈസ് കോൾഡ് ഡേയ്സ് ഓഫ് ഗ്രേസ്. അങ്ങനെ ആക്സെപ്റ്റർക്ക് നിയമപരമായിട്ട് 3 ദിവസം കൂടെ എക്സ്ട്രാ കൊടുക്കുന്നതിനെയാണ് ഡേയ്സ് ഓഫ് ഗ്രേസ് എന്ന് പറയാം. അത് ഡിസ്കൗണ്ടിങ് ബില്ല്. എന്താണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇഫ് ദ ഹോൾഡർ ഓഫ് എ ബില്ല് വാണ്ട്സ് ക്യാഷ് ഇമ്മീഡിയറ്റ്ലി ഹി ക്യാൻ അപ്രോച്ച് ദി ബാങ്ക് ആൻഡ് എൻകാഷ് ദ ബിൽ ബിഫോർ ദ ഡ്യൂ ഡേറ്റ്. ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് എന്താണ് ഹോൾഡർക്ക് ക്യാഷ് അത്യാവശ്യം വരികയാണെങ്കിൽ ബാങ്കുകളെ സമീപിക്കാം. ദ ബാങ്ക് വിൽ ഡിഡക്റ്റ് ഫ്രം ഫേസ് വാല്യൂ ഓഫ് ദ ബിൽ ഓഫ് എ സെർട്ടൈൻ എമൗണ്ട് കോൾഡ് ഡിസ്കൗണ്ട് ആൻഡ് പേസ് ദി ബാലൻസ് ടു ദി ഹോൾഡർ ഓഫ് ദ ബില്ല്. അപ്പോൾ ആ സമയത്ത് ബാങ്ക് എന്ത് ചെയ്യും, നിശ്ചിത എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് അവിടെ കൊടുക്കും. അടുത്ത എൻഡോഴ്സ്മെൻറ്റ് ഓഫ് ബില്ല്. എന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, എ ബില്ല് മേ ബി an order bill or bearer bill. An order bill is payable to a certain person or order. ഒരു പ്രത്യേക വ്യക്തിക്ക്, അതായത് മറ്റൊരാളെ കയ്യിൽ നിന്ന് ഈ ഒരു ഡ്രോവറും ഡ്രോയി അല്ലാത്ത പുറമേയുള്ള ആളുമായിട്ട് ഇടപാടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, എമൗണ്ട് കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മൂന്നാമതൊരു വ്യക്തിക്ക് കൈമാറുന്നതിനെയാണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയാം. എൻഡോസി എന്ന് പറഞ്ഞാൽ ആരാണ്? എൻഡോസ് പേഴ്സൺ ഹൂ മേക്സ് ദ എൻഡോഴ്സ്മെൻറ്റ് ഈസ് കോൾഡ് ദി എൻഡോസർ. ആരാണോ എൻഡോസ് ചെയ്യുന്ന മൂന്നാമതൊരു വ്യക്തി കൈമാറുന്നവരെയാണ് എൻഡോസർ എന്ന് പറയുക. അവർക്ക് എൻഡോഴ്സ്മെൻറ്റ് ആർക്ക് അനുകൂലമായിട്ടാണ് നടത്തുന്നവരെയാണ് എൻഡോസി എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന പ്രധാനപ്പെട്ട തിയറികൾ. ഓക്കെ.